തരംതായുന്നു. നിങ്ങളെ ഖുർആൻ പ്രഭാഷകർ അതപ്പതിച്ചു പോകുന്നു. എന്റെ ഒരു നാട്ടുകാരുണ്ട് സിംസാറുല്ല. ആ സിംസാറുല്ലത്തിനോട് ഒരാൾ എന്താ ചോദിക്കണത്? ഷിയാക്കളോട് സലാം പറയാൻ പറ്റുമോ? മൂപ്പര് കൂളായിട്ട് പറയാം. അതിനെന്താ കുഴപ്പോ? അവര് മുസ്ലിമീങ്ങളാണ്, സലാം പറയാനോ? എത്ര ഗുരുതരം നോക്കി. മൂപ്പര ഉസ്താദ് ഷിയാക്കളെ സമ്മേളനത്തിന് പോയി എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ പിത്തന ഉണ്ടാക്കിയപ്പോഴോ ഞാനൊന്നും അത് പ്രസംഗിച്ചിട്ടില്ലേ. ഇനി അത് പ്രസംഗിക്കാതിരിക്കാൻ പറ്റുമോ? കണ്ടങ്ങൾ അവിടുന്ന് കിട്ടിയ ത്വരീക്കത്ത് ഇവരെ ശിഷ്യന്മാരിലൂടെ ചെലവാകുകയാണ്. പിന്നെ ഷിയാക്കളോട് സലാം പറയുന്നതിന്റെ വിധി അവര് മുസ്ലിമീങ്ങളായിട്ടാണല്ലോ കണക്കാക്കുക. അതിൽ ചില എക്സ്ട്രീമിസ്റ്റുകളുണ്ട്. രണ്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഷിയാക്കൾ നന്നാകുമോ? സംബന്ധിച്ചൊന്നും അങ്ങനെ അവര് മുസ്ലിമീങ്ങളല്ല എന്നും പറയാൻ പറ്റില്ല. അപ്പോ കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. മൂപ്പരെ ഗീസീന ലോകത്തൊരു ഇമാമ് പറഞ്ഞിക്കണോ? ഇത് കണ്ടങ്ങള് എന്താ ചെരിഞ്ഞ മോന്തായത്തിന് വളഞ്ഞ വകുപ്പ് അങ്ങനെയൊക്കെ ഒരു നാടൻ പേരുകൊണ്ട് എന്താണ് കുറ്റം കിട്ടണില്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. മൊല്ലാക്കൽ എന്ന് പറഞ്ഞ കുട്ടികൾ മരം കയറിപ്പാക്കാൻ ഷിയാക്കളെ സമ്മേളനത്തിൽ പോയിട്ട് ഉസ്താദ് സലാം പറഞ്ഞു പോന്നിട്ടുള്ളൂ. ശിഷ്യന്മാര് നാട്ടുകാർക്ക് സലാം ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലേ? ഇത് പറഞ്ഞപ്പോ അയാൾ വേറൊരു ന്യായീകരണം. അതെന്താ നിങ്ങൾ അതിനേക്കാളും വലിയ വിവരക്ക് എന്തൊരു ഇടങ്ങേറുന്നൊക്കെ ആലോചിച്ചു. മൂപ്പരെന്തായാലും മറുപടി കൊടുത്തത് നിങ്ങള്. ഞാൻ ആ മറുപടി പറഞ്ഞത് UAE അബുദാബിന്നാണ്. അബുദാബിയിൽ ക്ലാസ് എടുക്കുമ്പോ ഇവിടത്തെ ഹുക്കുമത്തിനനുസരിച്ച് അത് പറയാൻ പറ്റുള്ളൂ. നാട്ടിലാണെങ്കിൽ പത്തുലുമീനനുസരിച്ച് ആ മക്ക കൊടുക്കുക, അബുദാബിയിൽ ഇവിടുത്തെ അനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട് ഇസ്ലാം തീരാൻ? പത്തുലുമയിൽ ലോകത്ത് മുഴുവനുള്ള ഷാഫി വിശ്വാസികൾക്കുള്ള ഗ്രന്ഥ. അത് ഏത് നാട്ടിലും ഒരു നാട്ടിൽ ചെന്നാൽ ചിലപ്പോൾ ഞമ്മക്ക് അവിടുത്തെ ഹുക്കൂമത്തിനെ മാനിച്ച് ചില കാര്യം പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. പറയാൻ പറ്റിയില്ലെങ്കിൽ മുണ്ടാക്കുക. നാട്ടുകാർക്കനുസരിച്ച് ഇസ്ലാമിതിയിൽ നിന്ന് ഏർപ്പാട്ടി കൈ കൊടുക്കലല്ല. അതിന് മൂപ്പര് പറയുന്ന ന്യായീകരണമാണ്. സലാം പറയുന്നതിനെ കുറിച്ച് പറഞ്ഞ വിഷയത്തെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുണ്ടെന്ന് കേട്ടു. അല്ലെ, പരസ്പരം തിരുത്തി കൊടുക്കാനും നന്നാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ അള്ളാഹു തന്നത് വലിയ ഭാഗ്യമാണ്. അൽഹംദുലില്ലാ. അത് സ്വീകരിക്കാൻ പറ്റൂല. നമ്മുടെ സമുദായത്തിൽ കുറയണല്ലോ. ഞാനവർ പറയുന്നത് ഷിയാക്കൾക്ക് സലാം പറയാൻ പറ്റിയ ചോദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ മദ്ഹബിന്റെ അഭിപ്രായത്തെ കുറിച്ചല്ല ഇവിടെ ചർച്ച വന്നത്. ഷാഫി മദ്ഹബിൽപ്പെട്ട ആലിമീങ്ങൾ അതിന്റെ മദ്ഹബ് അനുസരിച്ചാ പറയണ്ടേ? ഇനി ഏത് മദ്ഹബുകാരാ ഷാഫി ഷിയാക്കളെ പിന്നാലെ പോയത്? നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഷിയാക്കളുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളെ നാട്ടുകാരോട് പറ്റുന്നത് പറഞ്ഞു കൊടുക്കുന്നു. ഷിയാക്കളുടെ പണി ചെയ്യുന്നവരുണ്ട്, എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്തവരുണ്ട്. അതല്ലേ നമ്മുടെ നാട്ടിൽ ഷിയാഖ് ഉണ്ടോ? ഇല്ല. ഇവിടെയാണ് നമുക്ക് ഉള്ളത്. ഇവിടെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. ഷിയാക്കളോട് സലാം പറയാൻ പറ്റുമോ? ഷാഫി മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരം അത് ഏറ്റവും വലിയ കറാഹത്താണെന്നല്ല, മുബ്തദിഅകളോട് സലാം പറയുന്ന ഹുക്മാണെന്നൊക്കെ നമ്മൾ പറയും. അബൂദാബിയിൽ വെച്ചിട്ട് അവിടുത്തെ ഹുക്കൂമത്തിനനുസരിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ ഇപ്പൊ അയാൾ ഈ പറഞ്ഞുണ്ടല്ലോ, ഏത് ഷിയാക്കളോട് സലാം പറയല് കറാഹത്താന്ന് പറയണ ഇപ്പറച്ചില്ല. അതും അബൂദാബി എന്നാണ്. അതാ രസം. ഈ ഹുക്കൂമത്തിനെ പേടിച്ചിട്ട് ഞാൻ അപ്പത് പറയാഞ്ഞതെന്ന് പ്രസംഗിക്കണ മോലിയാര് അതേ നാട്ടിൽ വെച്ചിട്ട് എപ്പം പറയണ എന്താ? അത് കറാഹത്താണ്. ഇവിടുത്തെ ഔഖാഫ്, ഞാനത് ഔഖാഫിലേക്ക് എഴുതി ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. മോലിയാരെ, നിങ്ങൾ പത്തുലുമീൻ പഠിച്ച ആളല്ലേ? നിങ്ങൾ അവിടെ പോയിട്ട് ഔക്കാഫ് എന്നല്ല പത്തുവ നോക്കേണ്ടത്. പത്തുലുമൊയിന തൊഴീന അല്ല. എന്നൊക്കെ എന്തെങ്കിലും ഇഷ്കാല് തീർക്കാണ്ടോ അതിന് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങളെ മോലിയമാരിയാ, അല്ലാതെ ഔക്കാഫല്ല. നിങ്ങൾക്ക് നമ്മുടെ മദ്ഹബിന്റെ ഉലമാക്കളുണ്ട് കേരളത്തിൽ, വിളിച്ചു ചോദിച്ചൂടെ? പറയുന്നതിന്റെ വിധി എന്താണ്? അബൂദാബിയിലെ ഔഖാഫിലേക്ക് ഞാനത് രേഖാമൂലം എഴുതി ചോദിച്ചു. ലാ ഹറജ ഫീ ദാലിക ഇൻഷാ അല്ലാഹ്. ഒരു കുഴപ്പമില്ലെന്ന് ഇവർ പറയാം. നിങ്ങൾ ഈ പരിപാടി നടത്തുന്ന അബൂദാബിയിലാണ്. ആ പരിപാടി ഇയാൾ കറാത്താന്ന് പറഞ്ഞിട്ട് അത് വേറെ കാര്യം. ഈ സെന്ററിന് ഈ പെർമിഷൻ കിട്ടുന്നത് അബൂദാബി ഔഖാഫ് എന്നാണ്. ഈ പരിപാടി നടത്താനുള്ള പെർമിഷൻ. ആ പരിപാടി തന്നെ പിന്നെ ഞങ്ങളിത് പറഞ്ഞപ്പോ നിങ്ങൾ തിരുത്തിയില്ല, കറാത്താണ്. ഈ പരിപാടി വീക്ഷിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ്. അവരുടെ CID-കൾ അല്ലാത്തവർ സദസ്സിൽ കാണും. അതിപ്പോ ഈ പറഞ്ഞത് CID വീക്ഷിച്ചപ്പോലെ